പണി കിട്ടിയത് നാട്ടുകാർക്ക് മാത്രമല്ല, സഹപ്രവർത്തകർക്കും കണക്കിന് കൊടുത്തിട്ടുണ്ട്. തെരുവിൽ നടുനിവർത്തി നിൽക്കാൻ കഴിയാത്തതാണ് സ്ഥിതി. നിന്ന നിൽപ്പിൽ വലയിലാകുന്ന കാലം. തേടിപ്പിടിച്ച് കെണിയിലാക്കി കുത്തിവെക്കുകയാണ്. നേരെ പുലരും മുൻപേ ഇറങ്ങിയ സംഘം ടാർജറ്റ് അച്ചീവ് ചെയ്താണ് ഇന്നു മടങ്ങിയത്. മെഴുവേരിയിലും പരിസര പ്രദേശങ്ങളിൽ നിന്നുമായി 23 തെരുവ് നായകളെ പിടികൂടി. പ്രതിരോധ കുത്തിവയ്പ്പെടുത്ത് നിറം തേച്ച ശേഷം തുറന്നുവിട്ടു. ദേ, ഈ കാണുന്ന ഐറ്റത്തിനെല്ലാം പരാന്ന് വെളുക്കും മുൻപ് കുത്തുകിട്ടിയതാണ്. വലയിൽപ്പെടാതെ ചാടിപ്പോയതിനൊക്കെ നാളെ പുലർച്ചെയാണ് പണി വെച്ചിരിക്കുന്നത്. ജനപ്രതിനിധികൾ ഇടപെട്ടാണ് നായപിടുത്തക്കാരെ എത്തിച്ചത്. മെഴുവേലി മൃഗാശുപത്രിയിലെ ജീവനക്കാരും ഉറക്കം കളഞ്ഞിറങ്ങി. സംഘടിതമായ ഈ നീക്കത്തിന് ഉത്തരവാദി കല്യാണിയാണ്. മെഴുവേലിക്കാരുടെ ആകെ പ്രിയങ്കരിയായിരുന്ന നായ. ചെല്ലും ചെലവും കൊടുത്ത് നാട്ടുകാർ വളർത്തിയെടുത്ത കല്യാണി. 2 നാൾ മുൻപ് അവളെ മൈതാനത്ത് അവശനിലയിൽ കണ്ടെത്തുകയായിരുന്നു. ദുഃഖത്തിലാണ്ട നാട്ടുകാർ കല്യാണിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്ഥിതി ഗുരുതരമായിരുന്നു. അറിയിക്കേണ്ടവരെയൊക്കെ അറിയിക്കാൻ നിർദ്ദേശിച്ച് ആശുപത്രിയിൽ നിന്നും മടക്കി അയച്ചു. വൈകാതെ കല്യാണി വിട പറഞ്ഞു. മരണത്തിൽ ദുരൂഹത ആരോപിച്ച് ചിലർ രംഗത്തു വന്നു. പോസ്റ്റ്മോർട്ടത്തിനായി മുറവിളിയായി. മഞ്ഞാടിയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിന്റെ റിപ്പോർട്ട് വന്നതോടെ നാട്ടുകാരുടെ കണ്ണുതള്ളി. ജംഗ്ഷനിലെ ഒരു തെരുവുനായാണ് ഈ കല്യാണി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ പരിശോധിച്ച സമയത്താണ് ഡോക്ടർ പറഞ്ഞത് മിക്കവാറും പേ ആകാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ അത് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളതൊന്നും വേറെ പോകാതിരിക്കാൻ വേണ്ടി നമ്മളൊരു കൂടുണ്ടാക്കി അതിനകത്ത് നമ്മളതിനെ വെച്ചിരുന്നു. അപ്പോൾ തൊട്ടടുത്ത ദിവസമാണ് ഈ പട്ടി മരിച്ചു പോയത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് മറ്റേ ഡോക്ടർ പറഞ്ഞതുകൊണ്ടും പേ ആണെന്ന് സംശയിച്ചതുകൊണ്ടും നമ്മൾ പിറ്റേ ദിവസം തന്നെ ഇതിനെ തിരുവല്ലയിലെ ഈ രോഗനിർണയ ഒരു സെൻ്ററുണ്ട്, അവിടെ കൊണ്ടുപോയി പരിശോധിച്ചു. അങ്ങനെ ആ പരിശോധിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു ഇത് പേ ആണെന്ന് സ്ഥിരീകരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കിങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട ഈ പട്ടി ഈ സ്കൂളിൻ്റെ പരിസരത്തായതുകൊണ്ട് കൊച്ചുകുട്ടികളുടെയൊക്കെ അടുത്ത് പോവുകയും അപ്പോൾ അവർ കളിക്കുന്ന പന്തലൊക്കെ കയറി കടിക്കുക. അപ്പോൾ അങ്ങനെ ഈ പേ ബാധിച്ച് മരിക്കുന്നതിൻ്റെ തലേദിവസം പോലും ഇത് ആളുകളുമായിട്ടൊരു സോഷ്യലൈസ് ചെയ്തൊരു പട്ടിയാണ്. ചാകും മുൻപ് കല്യാണിയുടെ കടിയേറ്റവർ ചുരുക്കമാണ്. ഒരുവനെ മാത്രം കാത്തിരുന്ന് പിടിച്ചുവെന്നാണ് അറിവ്. നമ്മുടെ കല്യാണിയല്ലേ എന്ന് കരുതി വിട്ടുകളഞ്ഞവരും ഇപ്പോൾ ആശുപത്രി ക്യൂബിലാണ്. മെഴുവേലി ജിമ്മിലെ ട്രെയിനറാണ്. അപ്പം ജിമ്മ് ക്ലോസ് ചെയ്ത് ഞാൻ ബൈക്ക് എടുത്ത് പോകാൻ തുടങ്ങിയപ്പോഴാണ് ബാക്കിൽ നിന്ന് വന്ന് അറ്റാക്ക് ചെയ്യായിരുന്നു. അപ്പോൾ ഓൾറെഡി എൻ്റെ കാലിലൊരു മുറിവുണ്ടായിരുന്നു. അപ്പോൾ കാലിൽ ഓൾറെഡി ഒരു ബൈറ്റ് കിട്ടിയില്ല, ഞാൻ വലിച്ചുകൊണ്ട് കിട്ടിയില്ല, എങ്കിലും അതിൻ്റെ സലൈവയൊക്കെ വൂണ്ടിൽ കയറി കാണും. അപ്പം അത് കഴിഞ്ഞ് ആ സമയത്ത് പേ ഉണ്ടെന്ന് നമുക്ക് യാതൊരു ഇതുമില്ല, ഐഡിയ ഇല്ല. കാരണം ഇത് എല്ലാവരുമായിട്ട് നല്ല രീതിയിൽ ഫ്രണ്ട്ലി ആയിട്ട് നടന്നൊരു പട്ടിയാണ്. പിന്നെയാണ് അറിഞ്ഞത് ജിമ്മിൽ വരുന്ന 1-2 പേർക്ക് ഇതേപോലെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. കാലെ കയറി പിടിക്കുക അല്ലെങ്കിൽ മാന്ത് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ജിമ്മിലുള്ള ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 22 പേരോളം നിലവിൽ ചികിത്സയിലുണ്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ 8 ഡോസ് എടുത്തിട്ടുണ്ട്. ഇതേപോലെ പലർക്കും 8 ഡോസ് എടുത്തവരുണ്ട്. നാട്ടിലാകെ നടന്ന തെരുവ് നായ്ക്കൾക്ക് വേസ്റ്റ് സപ്ലൈ ചെയ്യുന്ന ചിലർക്ക് നേരെയാണ് പ്രദേശവാസികളുടെ ഇപ്പോഴത്തെ പ്രതിഷേധം. വിഷയമറിഞ്ഞ് അവരിൽ ചിലരെല്ലാം വേസ്റ്റ് സപ്ലൈ കുറച്ച് ദിവസത്തേക്ക് നിർത്തിവെച്ചതായാണ് അറിവ്. കല്യാണിയെ ആദ്യം താലോലിച്ചു, പിന്നീട് പരിചരിച്ചു, ഭക്ഷണവും വെള്ളവും കൊടുത്തു. എല്ലാവർക്കും പണി കിട്ടിയിട്ടുണ്ട്. വല്ലന, നല്ലാനിക്കുന്ന്, കോഴഞ്ചേരി, മെഴുവേലി എന്നിവിടങ്ങളിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലായി മെഴുവേലി മേഖലയിൽ നിന്നുള്ള ഏറെക്കുറെ 50-ലേറെ ചെറുപ്പക്കാർ ഇപ്പോൾ തന്നെ പ്രതിരോധ കുത്തിവയ്പ്പിന് വിധേയരായിട്ടുണ്ട്. ക്യാമറമാൻ ജയചന്ദ്രൻ പുല്ലമ്പാറയ്ക്കൊപ്പം CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.